വർമ്മ കൊല ചെയ്യപ്പെട്ടുവെന്ന് എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജെയിംസ് ടോക്കിയോയിൽ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത്. ഉടനെ ഞാൻ ജോൺ വർഗീസിനെ വിളിച്ചു. അങ്ങനെ വിവരങ്ങൾ അറിഞ്ഞത്. ആരാണ് വർമ്മയുടെ കൊലപാതകി? മുസാഫിർ? ഇതിലും വ്യക്തമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വർക്കിച്ചിന് ഞങ്ങൾക്ക് തരാൻ കഴിയുകയില്ല. മുസാഫിർ എന്ന പേര് കേട്ടപ്പോഴേ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി. പറഞ്ഞോ, അവനല്ലയോ വർമ്മ സാറിനെ കൊന്നത്? അതെ, മുസാഫിർ തന്നെയാ. Tell me more about him. ആരാണ് ഈ മുസാഫിർ? അവൻ എവിടെ ഉണ്ട് ഇപ്പോ? എന്താണ് നിങ്ങളുടെ ഗെയിം പ്ലാനിൽ അവന്റെ റോൾ? എനിക്കറിയില്ല. അയാളെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല. സത്യം. That's a lie, വർക്കിച്ചൻ. നിങ്ങൾ പറയുന്ന ഓരോ കള്ളവും ആ മെഷീൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കള്ളങ്ങളെല്ലാം നിങ്ങൾക്കെതിരെയുള്ള തെളിവുകളാവും. മുസാഫിറിനെ കുറിച്ച് നിങ്ങൾക്ക് പലതും അറിയാം. And you are going to spit it out. മുസാഫിർ അയാളൊരു മത തീവ്രവാദിയാണല്ലേ? A traitorist? ഇവിടെ അയാളുടെ ഐഡന്റിറ്റി എന്താണ്? അറിയില്ല സാർ. സത്യമായിട്ടും എനിക്കറിയില്ല സാർ. ആ ഒരു കോണ്ടാക്ട് മാത്രം ജോൺ വർഗീസ് എനിക്ക് തന്നിട്ടില്ല സാർ. അത് അയാളുടെ മാത്രം രഹസ്യമാണ്. കൊച്ചി കേന്ദ്രമാക്കി നിങ്ങൾ നടത്തുന്ന ഹവാല ഇടപാടുകളുടെ പ്രൊട്ടക്ടറാണ് മുസാഫിർ. ഡു യു അഗ്രി? അയ്യോ, സത്യമായിട്ട് അങ്ങനെ ഒരു ഹവാല ഇടപാടിനെ കുറിച്ച് എനിക്ക് അറിയത്തേ ഇല്ല. മാതാവാണേ സത്യം. ഇയാളെ അറിയൂ? കസ്റ്റംസ് അസിസ്റ്റന്റ് കളക്ടർ വേണുഗോപാൽ. കൊച്ചി പോർട്ടിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തന്നിരുന്ന വിശ്വസ്തൻ. ആദ്യമായി ജോൺ വർഗീസിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതും ഡീൽ സംസാരിച്ചുറപ്പിക്കുന്നതും ഇയാളുടെ പ്രസൻസിലായിരുന്നു അല്ലേ? അതെ സർ. എനിക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായാൽ എന്നെ രക്ഷിച്ചോളാമെന്ന് ഇദ്ദേഹമാണ് അന്ന് എനിക്ക് വാക്കുന്നത്. ഇവര് ഷിപ്പ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു? ഇല്ല സർ, അത് തിരക്കണ്ടെന്ന് മിനിസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു. ഓ, ഇടയ്ക്ക് ഡീലിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങിയ വേണുഗോപാലിനെ ജോൺ വർഗീസ് ബ്ലാക്ക്മെയിൽ ചെയ്തു. മകളുടെ ഒരു പോർണോ വീഡിയോ ക്ലിപ്പ് വെച്ച്, ശരിയല്ലേ? അതെ സർ. താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഒരാഴ്ചക്ക് മുമ്പ്. ഇനിയും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞിട്ട് കാര്യമല്ല വർക്കിച്ചൻ. വേണുഗോപാൽ will vouch against you in court. And now one last question. ജോൺ വർഗീസ് അല്ലാതെ മുസാഫിറിനെ അറിയുന്ന മറ്റാരെങ്കിലും അയാളുടെ സഹോദരൻ മാത്യു വർഗീസ് എലിയാസ് മോനായി? ഇല്ല, അവൻ അറിയത്തില്ല. പക്ഷേ സ്റ്റീഫൻ അറിയാം. അവനാ ജോൺ വർഗീസും മുസാഫിറും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ അറേഞ്ച് ചെയ്യുന്നത്. അവസാനം അവർ തമ്മിൽ കണ്ടത് എന്നാണെന്ന് അറിയാം? അതറിയത്തില്ല. പക്ഷെ ഒക്ടോബർ 14 തീയതി കോട്ടനാട് കാട്ടിലെ ഫാം ഹൗസ് വെച്ച് അവർ തമ്മിൽ കണ്ടിരുന്നു. കൂടെ സ്റ്റീഫനും ഉണ്ടായിരുന്നു. ഒക്ടോബർ 14 അന്ന് അതേ ഫാം ഹൗസിൽ വെച്ചാണ് ഹവാല ഡീലർ യൂസഫ് ഖാനെ ജോൺ വർഗീസ് മീറ്റ് ചെയ്യുന്നതും കൊലപ്പെടുത്തുന്നതും. അതേസമയം ഫാം ഹൗസിൽ രഹസ്യമായി എത്തിയ സുഹ്റ മുസാഫിറിനെ നേരിൽ കണ്ടിരിക്കണം. എവിടെയാണ് നിന്റെ ജോൺ വർഗീസ്? ഏത് മറ്റെടുത്താണ് അവനെ കൊണ്ട് ഒളിപ്പിച്ചേക്കുന്നത്? എനിക്കറിയില്ല. സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. മാഞ്ഞുരാൻ, ജോൺ വർഗീസ് എവിടെയാണെങ്കിലും അയാളെ ഉടനെ അറസ്റ്റ് ചെയ്യണം. പ്രസിഡന്റിനെയും സ്പീക്കറെയും നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും റെഡ് അലർട്ട് കൊടുത്തു കഴിഞ്ഞു. ജോൺ വർഗീസിന് രാജ്യം വിട്ടുപോകാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ചന്ദ്ര, വാട്ട്സ് യുവർ നെക്സ്റ്റ് മൂവ്? Drastic, sir. Something very drastic.
എവിടെ ജോൺ വർഗീസ്? പറയടാ, എനിക്ക് അവനെയാണ് വേണ്ടത്. പറയാൻ. For trust, DIG Crimes. Connect me to the chairman, please. ജോബ് ഓൺ ഹാൻഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പിങ്ങിനാണ് നമ്മൾ പോകുന്നത്. ഫയർ ഓൺലി ഓൺ മൈ കമാൻഡ്. ഈ ഗൂഢനീക്കത്തിൽ കണ്ണികളായ എല്ലാവരെയും എനിക്ക് ജീവനോടെ വേണം. ഗെറ്റ് മീ? സർ. ലെറ്റ്സ് ഗോ. Come. Yeah. Come. Hey, go. Hey, go. Don't shoot! No! Your innings is over. Come out, John Burgess. ഒരു സാഹസത്തിന് ഒരുങ്ങിയാൽ ആദ്യം ഇവൻ, പിന്നെ നീ. Come out. രാജ്യത്തെ എയർപോർട്ടുകളിലും സീപോർട്ടുകളിലും വല വിരിച്ച് നിന്നെയും കാത്തിരിക്കുന്നവരുടെ കണ്ണും വെട്ടിച്ച് നീ രാജ്യം വിടും. രാത്രി 8:30 ടർക്കിയിലേക്ക് പുറപ്പെടുന്ന സാന്റിയാഗോ എന്ന ക്രൂസിൽ ഈ കണ്ടെയ്നർ കയറിയാൽ പിന്നെ യു ആർ ഷെൽട്ടർ. പക്ഷെ വിധി നിനക്കെതിരാടാ കോപ്പെ. നിന്റെ ചാവേർ സ്റ്റീഫന്റെ വാലറ്റിൽ ഞാൻ കണ്ട ഈ ഷിപ്പിംഗ് ബില്ലിൽ നിന്റെ ജാതകം കുറിച്ചിട്ടുണ്ട്. പോത്തൻ വൈപ്പ്. Now I am clean, officer.
ചെറുത്തു നിൽക്കാൻ അടവോ ആയുധമോ ഇപ്പോ എന്റെ കയ്യിലില്ല. ഐ എം അറ്റ് യുവർ മെർസി. സോ ക്യാൻ വി ടോക്ക് ബിഫോർ ദ ബാങ്ക് ഗോസ്? നോ, നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അവസാന രംഗത്തിന് തിരശ്ശീല വീഴും മുമ്പ് നിന്നെ പോലൊരു കൊടും കുറ്റവാളി ഉരുവിടുന്ന സ്ഥിരം വാക്യങ്ങൾ അത് വേണ്ട. ഇപ്പൊ ഞാനൊന്ന് പിടിയയച്ചാൽ കടലുകൾ താണ്ടി നീ മറഞ്ഞുപോകും. ഇവിടെ നിയമം നിന്നെ പിടികിട്ടാ പുള്ളിയായി വാഴ്ത്തുമ്പോൾ വിദേശ മണ്ണിലിരുന്ന് നീ ഈ നാടിന്റെ നെഞ്ചകം പിളർക്കുന്ന സ്ഫോടനങ്ങൾക്ക് ഉത്തരവിടും. 1000 വയറുകൾ നിറയ്ക്കാനുള്ള അന്നത്തേക്കാൾ വില ഒരു ആയുധത്തിന് നൽകുന്ന യുദ്ധവെറിയുടെ ലോകത്ത് നിനക്ക് ചുറ്റും ഭീകരതയുടെ പരിരക്ഷ ഉണ്ടാവും. The immunity of terror. But I won't let it happen. I won't let go. And I won't let you flee. വിഷ്ഫുൾ തിങ്കിങ് ചന്ദ്രശേഖർ. ഈ നീട്ടിപ്പിടിച്ച ഗണ്ണിന്റെ പോയിന്റ് ബ്ലാങ്കിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഐ എം അൺഅസൈലബിൾ. നിന്റെ സ്വപ്നങ്ങൾക്ക് പോലും എന്നെ സ്പർശിക്കാനാവില്ല. നീ ഒരുക്കുന്ന ഏത് തുറുങ്കും ഭേദിക്കാനുള്ള ഈടും കരുത്തുമുണ്ട് എനിക്ക്. ഒരു തുറങ്കിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കുന്നില്ലെങ്കിലോ? രാജ്യം മുഴുവൻ ചാരന്മാരും രക്ഷകരുമുള്ള നിന്നെ ഞാൻ ഇവിടെ തളയ്ക്കാൻ വന്നത് പുറത്തുള്ള ഒരു മറ്റേ മോനും അറിഞ്ഞിട്ടില്ലടാ. സോ വാട്ട് ഇഫ് ഐ സീൽ യുവർ ഫേറ്റ് റൈറ്റ് അവേ? മിസ്റ്റേക്ക് ചന്ദ്രശേഖർ, ബിഗ് മിസ്റ്റേക്ക്. മറ്റാരും അറിയാതെ ഉള്ള ഈ പടപ്പുറപ്പാട്. യു വിൽ റിഗ്രറ്റ് ദിസ് ഫേറ്റൽ ഫോളി. സ്റ്റോപ്പ് യുവർ ഫോൾ പ്ലേ. സുദേവ്, നോ. നോ. Drop your gun, baby. സുദേവ്, നോ. Musafir. That's my name. Drop it. Drop it, I say. Hey, take it easy, Potan. ആ തോക്ക് താഴെ. Come on. അവസാന നിമിഷം ഇത്ര നിസ്സാരമായ ഒരു കീഴടങ്ങൽ. എനിക്ക് സഹതാപമുണ്ട് ചന്ദ്രശേഖർ. ഓർമ്മയുണ്ടോ ഡൽഹിയിൽ നിന്ന് വന്ന റോ ഡെപ്യൂട്ടി ഡയറക്ടർ മിസ്റ്റർ മേനോൻ പറഞ്ഞു പഠിപ്പിച്ചത്? അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിൽ നുഴഞ്ഞു കയറുന്നതാണ് തീവ്രവാദികളുടെ ഏറ്റവും പുതിയ തന്ത്രം. മീറ്റ് സുദേവ് സച്ചിദാനന്ദ്, ഹാഫ് മലയാളി, ഹാഫ് ഹൈദരാബാദി, ഹാഫ് ഹിന്ദു, ഹാഫ് മുസ്ലിം. ദി മാസ്റ്റർ ഇൻഫിൽട്രേറ്റർ, ഏറ്റവും സമർത്ഥനായ നുഴഞ്ഞു കയറ്റക്കാരൻ. Arani. Musafir. Sorry, sir. The game is over. Adios. പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയോടാ നീ? നല്ല പോലീസുകാരനെ മാത്രമല്ല, കൂടെ നിന്ന് ഒറ്റുന്നവനെയും തിരിച്ചറിയും ഇൻസൈറ്റ്, അകക്കണ്ണ് എനിക്കതുണ്ട്. സുഹറയും കൊണ്ട് ആംബുലൻസ് പുറപ്പെട്ട 9-ാം മിനിറ്റിൽ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോ എനിക്ക് റെഡ് സിഗ്നൽ കിട്ടി, ഒറ്റുകാരൻ കൂടെയുണ്ടെന്ന്. നിന്റെ ട്രാക്ക് റെക്കോർഡ് ഞാൻ വിശദമായി പരിശോധിച്ചു. മുസാഫറിന്റെ സാന്നിധ്യം അറിഞ്ഞ ഇടങ്ങളിലൊക്കെ നീ ഉണ്ടായിരുന്നു. ഗവേഷകനായി, അധ്യാപകനായി, പിന്നെ ഇപ്പൊ IPS ഓഫീസറായി. വിദേശ ചാരന്മാരെ നാബ് ചെയ്യുന്ന സ്പെഷ്യൽ ടീമിൽ നിന്നെ ഉൾപ്പെടുത്താൻ കോടികളുടെ കോഴപ്പണം ശത്രു രാജ്യത്ത് നിന്ന് ഒഴുകിയെത്തിയിരിക്കണം. ഒടുവിൽ ഹവാല പ്രൊട്ടക്ടറായി കേരളത്തിലേക്ക് വരാൻ ചുളുവിൽ ഒരു സ്ഥലം മാറ്റം. കേസിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ നിന്നെ നിയമിച്ചതിന് പിന്നിൽ ഇവന്റെ അദൃശ്യ സാന്നിധ്യമുണ്ടായിരുന്നു. ആശുപത്രിയിൽ ബോധം തെളിഞ്ഞ സുഹറ നിലവിളിച്ചത് പ്രതിപക്ഷ MLA ഗോപിനാഥനെ കണ്ടിട്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് നീ കരുതിയോ? ആ സമയം ഗോപിനാഥന്റെ അരികിൽ നിന്നിരുന്ന നിന്നെ കണ്ടിട്ടാണ് സുഹറ നിലവിളിച്ചത്. വനത്തിനുള്ളിലെ വുഡ് ഹൗസിൽ യൂസഫ് ഖാനെ കൊലപ്പെടുത്തുമ്പോ ഇവന്റെയും സ്റ്റീഫന്റെയും ഒപ്പം മുസാഫർ ഉണ്ടായിരുന്നു എന്ന് വർക്കിച്ചൻ പറഞ്ഞപ്പോ ഐ കൺജേർഡ്. വാട്ട് ഹാപ്പൻ? മീറ്റ് മുസാഫിർ. ഭായ് പറഞ്ഞ ദേശദ്രോഹികളുടെ പ്രതിനിധി, എന്റെ ബിസിനസ് പ്രൊട്ടക്ടർ. ഇനിയും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് യൂസഫ് ഭായിക്ക് തോന്നുന്നു. നിനക്കെതിരെ എനിക്ക് വേണ്ടിയിരുന്നത് ശക്തമായ തെളിവുകളായിരുന്നു. സോ ഐ ബ്രോക്ക് ഇൻടു യുവർ ഹൗസ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലും CD-കളിലും നീ എൻക്രിപ്റ്റ് ചെയ്ത് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഡേറ്റ എക്സ്പേർട്സ് ഡീക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തെ ഭീകരതയുടെ ഏറ്റവും പുതിയ ഒളിത്താവളമാക്കാൻ നീയും ഇവനും ചേർന്നൊരുക്കിയ പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് ഇന്ന് എന്റെ കയ്യിലുണ്ട്.
but your insidious project shall not take off. കോടതി മുറിക്കുള്ളിലെ നീണ്ട കാത്തിരിപ്പിന്റെ ദയ നീ അർഹിക്കുന്നില്ല. You deserve instant verdict. No! No! ഓഫീസർ, ഞാൻ തോൽവി സമ്മതിക്കുന്നു, കീഴടങ്ങുന്നു. Now you can take me to law. ഏത് നിയമം? വിൽപ്പനയ്ക്ക് വെക്കാത്ത ഒരു നിയമവും ഈ നാട്ടിലില്ല. ദി ഡിസ്റ്റിംഗ്വിഷ്ഡ് മെമ്പർ ഓഫ് രാജ്യസഭ. നിന്നെ പോലുള്ള NRI ദൈവങ്ങളും കള്ളുകച്ചവടക്കാരും വെച്ചുവാണിഭക്കാരും കൊള്ളപ്പണമറിഞ്ഞ് സ്വന്തമാക്കുന്ന പരമോന്നത പദവി, ജനങ്ങളെ നേരിടാൻ ധൈര്യമില്ലാതെ പിൻവാതിലൂടെ അധികാരം പിടിച്ചടക്കുന്ന എല്ലാ ദുഷ്പ്രഭുക്കൾക്കും എതിരെയുള്ള ജനവിധി, അത് ഞാൻ നടപ്പാക്കുന്നു.